ഇപ്പം നമ്മൾ കാണുന്ന ക്യാപ്ഷൻ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. അവിടെ രണ്ട് തരത്തിലുള്ള ചിന്താമണ്ഡലങ്ങളെക്കുറിച്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, പരിമിതിയുള്ള ഒരു ചിന്താമണ്ഡലം. രണ്ട്, വളരുന്ന ഒരു ചിന്താമണ്ഡലം. ചില ആളുകൾ ഈ ലോകത്തിലുണ്ട്, അവരെപ്പോഴും പറയും ഞങ്ങൾക്കെല്ലാം അറിയാം, എല്ലാം അറിയാം, എല്ലാം അറിയാമെന്ന് പറയും. അവർ കൂടുതൽ പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർക്കറിയുന്ന പല കാര്യങ്ങളും ശുദ്ധ പൊട്ടത്തരമാണെന്നുള്ളത് പിന്നീട് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളോട് കേരളത്തിൽ ഒരിടത്ത് നിങ്ങൾ ധാരാളം മുട്ട കഴിച്ചാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വർദ്ധിക്കും, പിന്നെ ഹാർട്ടിൻ്റെ രക്തധമനികളിൽ കൊഴുപ്പ് വന്ന് അത് ബ്ലോക്കാവും. പിന്നെ എങ്ങനെയാണ് മുട്ട കഴിക്കുക? അപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷന് കഴിഞ്ഞിട്ട് എന്ത് കഴിക്കണമെന്ന് പോലും അറിയാത്ത ആളുകളാണ് അതിനെക്കുറിച്ച് ഉപദേശം പറയുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ തോറ്റു തുന്നം പാടിയ ആളുകളാണ് വിജയിച്ചവരെ കുറ്റം പറയുന്നത്. അവർക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്നവരും അവരാണ്. എല്ലാം അറിയാം, എല്ലാം അറിയാം, എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ അംഗീകാരത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ അറിയുന്നവരെ കാണുമ്പോൾ അവർ നാണം കെട്ടിട്ട് അവർ തലകുനിച്ചിരിക്കും. അറിയുന്ന എല്ലാവരും അവരുടെ അറിവ് എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല. അവരുടെ ജീവിതത്തിലെ ഉന്നമനത്തിന് വേണ്ടി അവരത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, ചില ആളുകൾ ഈ ലോകത്തിലുണ്ട്, അവരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കില്ല. അത് ആഡംബര വസ്ത്രങ്ങളിലോ വാഹനങ്ങളിലോ വീടുകളിലോ ഒന്നും അവർ കാണിക്കില്ല. അവരുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്നുള്ളത് അവരോട് വ്യക്തിപരമായി ഇടപെടുമ്പോഴാണ് അറിയുന്നത്. എന്നാൽ ഒന്നുമില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്നത് അതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കണം, ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകണം. എപ്പോൾ നോക്കിയാലും നമുക്കൊരു കൊച്ചുകുട്ടിയുടെ മനസ്സുണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം കാലത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരില്ല, നമ്മൾ തോറ്റു. ഉദാഹരണത്തിന് 2025 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പോഴും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വളർച്ചയുണ്ടാവില്ല. ജീവിതത്തിൽ വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നിരന്തരമായി ജ്ഞാനം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതാണ് യാഥാർത്ഥ്യം.